നമ്മൾ ഇനി ലിങ്ക് ലിസ്റ്റിൻ്റെ അവസാനത്തെ അൽഗോരിതമാണ് ഡിലീഷൻ അൽഗോരിതം. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആ മൊഡ്യൂൾ കഴിഞ്ഞു. പിന്നെ നമുക്കൊരു മൊഡ്യൂളും കൂടെ ഉള്ളൂ. പിന്നെ സ്റ്റാക്കും ക്യൂ ആണ്, അത് എല്ലാം കൂടി ചേർന്നൊരു മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ഡിലീഷൻ അൽഗോരിതം. സോ നമ്മൾ ഡിലീഷൻ അൽഗോരിതം ചെയ്യുന്നത് എന്താണെന്നെങ്കിൽ, നമ്മൾ ഒരു നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ അവൈൽ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഒരു ഏത് നോഡിനെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. ആ ലിസ്റ്റിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് അതിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതിനെ അവൈൽ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ നമ്മുടെ ഓൾറെഡി അവൈലബിൾ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത്, അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അവിടെ നമ്മുടെ ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് ഫസ്റ്റ് നോഡാണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതെന്തിനാ ഫസ്റ്റ് നോഡാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ഡിലീഷൻ നടക്കുന്നത്. നമ്മുടെ ലിസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ സ്റ്റാർട്ട് നോഡ്, സ്റ്റാർട്ട് പോയിന്റർ അല്ലേ, സ്റ്റാർട്ട് പോയിന്റർ. അപ്പോൾ ഈ സ്റ്റാർട്ട് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ ഇപ്പോൾ ഈ നോഡ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ നോഡ് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇതിൻ്റെ പോയിന്റർ ഇങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ ഈ ഒരു ലിസ്റ്റിൽ നിന്നും, ഈ ഒരു നോഡിനെ ഈ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ നേരെ എന്ത് ചെയ്യാണ്? നമ്മൾ അവൈൽ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു പോയിന്റർ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അതായത് അതിൻ്റെ പ്രെസീഡിങ് നോഡ്, ഇത് പ്രെസീഡിങ് നോഡാണല്ലേ. പ്രെസീഡിങ് നോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ അതിന് ശേഷം വരുന്ന നോഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്, പോയിന്റർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് സ്റ്റാർട്ട് നോഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. സ്റ്റാർട്ട് നോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് പോയിന്റർ, ഇപ്പം നമ്മൾ ഈ നോഡാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റാർട്ടിൻ്റെ ലിങ്ക് ഇങ്ങോട്ട് കൊടുത്താൽ മതി, സ്റ്റാർട്ടിൻ്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് കേസാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് ഫസ്റ്റ് നോഡാണോ എന്ന് ചെക്ക് ചെയ്യണം. അവിടെ ഒരു രണ്ടിനും രണ്ട് കേസാണ് വരുന്നത്, രണ്ട് പ്രൊസീജിയറാണ് വരുന്നത്. ഒന്നാമത്തെ കേസിൽ എന്താണ് പ്രിസീഡിങ്, അതായത് സ്റ്റാർട്ട് നോഡാണ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റാർട്ട് പോയിന്റർ ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ മതി. അതല്ല ഇന്റർമീഡിയറ്റ് നോഡാണ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിസീഡിങ് നോഡിൽ നിന്നുള്ള പോയിന്ററാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ രണ്ട് കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിലീറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ. അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട പ്രൊസീജിയറിൽ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊത്തം ലിങ്ക്ഡ് ലിസ്റ്റിന് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 കാര്യങ്ങളാണ്. ഒന്ന് ഇൻഫോ അറേ, ലിങ്ക് അറേ, പിന്നെ സ്റ്റാർട്ട് പോയിന്റർ. ഇത് മൊത്തം ചേരുമ്പോഴാണ് എന്താവുള്ളൂ? നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് ആവുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ ലൊക്കേഷനാണ് ഇത്. ഇനി കണ്ടോ, ലൊക്കേഷൻ പ്രിസീഡിങ് എന്ന് പറയുന്നിട്ട് ഉണ്ട്. അതായത് സ്റ്റാർട്ട് നോഡാണോ അതോ ഇന്റർമീഡിയറ്റ് നോഡാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ലൊക്കേഷൻ പ്രിസീഡിങ് നള്ളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റാർട്ട് നോഡാണെന്നാണ് അർത്ഥം. അതായത് ഇതാണ് ലൊക്കേഷൻ, നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ ലൊക്കേഷൻ. ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് നോഡാണെന്നുണ്ടെങ്കിൽ ഇതാണ് ലൊക്കേഷൻ പ്രിസീഡിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രിസീഡിങ് നോഡാണ്.
അപ്പോൾ ഈ പ്രിസീഡിങ് നോഡ് നള്ളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് നള്ളാണെന്നുണ്ടെങ്കിൽ അർത്ഥം നമുക്ക് സ്റ്റാർട്ട് നോഡാണ് ഇതിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇനി അതല്ല ഇന്റർമീഡിയറ്റ് നോഡാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനെയാണ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ലൊക്കേഷൻ പ്രിസീഡിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ ഇതിലോട്ട് പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ഉണ്ട്, ലൊക്കേഷൻ പ്രിസീഡിങ്ങിൽ കറക്റ്റ് ഒരു അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അർത്ഥം നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന നോഡ് ഒരു ഇന്റർമീഡിയറ്റ് നോഡാണ്. ലൊക്കേഷൻ പ്രിസീഡിങ്ങിൽ നള്ളായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് ഒരു സ്റ്റാർട്ട് നോഡാണ്. ഞാൻ നിങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണം, നമ്മൾ സ്റ്റാർട്ട് നോഡാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സ്റ്റാർട്ട് നോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ടിൻ്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ സപ്പോസ് ലിങ്ക് ലിസ്റ്റിൻ്റെ പ്രോഗ്രാം ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ പോയിന്റർ അപ്ഡേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആണ്, ഒന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ ലൊക്കേഷൻ പ്രിസീഡിങ് നള്ളാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റാർട്ട് നോഡിനെ, ഈ നോഡിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ടിൻ്റെ പോയിന്റർ എന്ന് പറയുന്നത്, അതായത് ഇതിലെ ഐറ്റം ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, ഇതിലായിരുന്നു ഉണ്ടായിരിക്കുക. അതായത് സ്റ്റാർട്ടിൻ്റെ ലിങ്കിലെ, അതായത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് നോഡ്. ഈ സ്റ്റാർട്ട് നോഡിൻ്റെ ലിങ്ക് പാർട്ടിലുള്ളത് നേരെ സ്റ്റാർട്ടിലോട്ട് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യുക അല്ലേ. അപ്പോൾ ഇത്രേ വേണ്ടുള്ളൂ. സ്റ്റാർട്ടിലോട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ 10 അപ്പോൾ ഉണ്ടായിരിക്കും, ഇവിടെ ഉണ്ടായിരിക്കുക ഇതിൻ്റെ അഡ്രസ്സ് 10 അല്ലേ. അപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ 20, ഇതിൻ്റെ അഡ്രസ്സ് 20. അപ്പം ഇനി ഈ 20 ആണ് നമ്മൾ ഇതിലോട്ട് കൊടുക്കേണ്ടത് അല്ലേ. ഈ 20നെ നമുക്ക് ഇതിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിൻ്റെ ഇത് നേരെ ഇങ്ങോട്ട് പോയിന്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് സ്റ്റാർട്ടിലെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്. അതിനെന്ത് ചെയ്യാണ്, നേരെ സ്റ്റാർട്ടിലോട്ട് 20നെ കോപ്പി ചെയ്യണം. ഓക്കെ, 20ആയി. ഇപ്പം ഈ ഒരു നോഡ് ഇതിൽ നിന്ന് ഔട്ടായി അല്ലേ, പുറത്തായി. ഇപ്പോൾ സ്റ്റാർട്ട് നേരെ ലിങ്ക് ചെയ്യുന്നത് അടുത്ത നോഡിലോട്ടാണ്. ഇനി നമ്മൾ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ പിന്നെ അല്ലേ, എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല. നേരെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വരും. രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വരുന്നത് എന്തിനാണ്, നമ്മൾ ഈ ഒരു നോഡിനെ നമ്മൾ അവൈൽ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണം. അതായത് സെറ്റ് ലിങ്ക് ഓഫ് ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു അവൈൽ ഈസ് ഈക്വൽ ടു ലൊക്കേഷൻ. അതെന്താ സംഭവം ഇവിടെ നോക്കുക നിങ്ങൾ. ഇപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ ഡിലീറ്റ് ചെയ്ത നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട് അല്ലേ, ഡിലീറ്റ് ചെയ്യുന്ന നോഡിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ അവൈൽ പോയിന്റർ എന്ന് പറയുമ്പോൾ എന്താണ്, അവൈൽ ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് ഇവിടെ ഉണ്ടായിരിക്കുക. അവൈൽ എന്ന് പറയുന്ന പോയിന്ററിൽ എന്താ ഉണ്ടായിരിക്കുക, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നോഡുകളുടെ ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നോഡായിട്ടാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവൈൽ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിലീറ്റ് ചെയ്ത നോഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് അവിടെ അപ്ഡേഷൻ വരികയാണ് ചെയ്യുന്നത്. അതായത് ഈ അവൈൽ എന്ന് പറയുന്ന പോയിന്റർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ആദ്യം ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഇവിടുത്തെ പോയിന്ററാണ് നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ പോയിന്റർ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ഈ അവൈലിലുള്ള ഡാറ്റ, അതായത് ഇതിൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. ഇങ്ങോട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, അവൈലിലുള്ള അല്ലെ ഇതിൻ്റെ അഡ്രസ്സ് സപ്പോസ് ഇവിടെ 50 ആണെന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 50 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 50 ആദ്യം ഇതിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്, ലിങ്ക് ഓഫ് ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു അവൈൽ. ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഇതിൽ കിടക്കുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ട്, ഇത് ഒന്നും കൂടെ
ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഡിലീറ്റ് ചെയ്ത നോഡ് ഇവിടെ വന്ന് കിടപ്പുണ്ട് അല്ലേ? ലൊക്കേഷൻ എന്ന് പറയുന്ന, അതായത് ലൊക്കേഷൻ എന്ന് പറയുന്നതിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് പാർട്ട് അപ്ഡേറ്റ് ചെയ്യണം ആദ്യം. അതായത് ലിങ്ക് പാർട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവുക? അവയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് അവയിലുണ്ട്. അത് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രൊസീജിയറിലേക്ക് നമ്മൾ അവയിൽ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഈ അവയിലുള്ള കണ്ടന്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ അവയിലുള്ള കണ്ടന്റാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്ത് ചെയ്യാണ്? അവയിലോട്ട് കൊടുക്കുകയാണ് അല്ലേ? സോറി, പിന്നെ അവയിലിൻ്റെ ഡാറ്റ ലിങ്ക് ഓഫ് ലൊക്കേഷൻ എന്ന് പറയുന്നതിലേക്ക്, അതിൻ്റെ ലൊക്കേഷൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് കോപ്പി ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഇപ്പോൾ ഇവിടെ 50 ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 50 ആയിരിക്കും. സോ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യണം 50. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ അവയിൽ എന്ന് പറയുന്ന ഈ ഒരു ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം. അവയിലോട്ട് എന്ത് മാറ്റണം? അവയിൽ എന്ന് പറയുന്ന പോയിന്ററിലോട്ട് എന്ത് ചേഞ്ച് ചെയ്യണം? ഇതിൻ്റെ ഈ ലൊക്കേഷൻ, അതായത് ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യല്ലേ, അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നതിനെ ഇതിലോട്ട് മാറ്റണം. അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് പോയിന്റ് ആവും അല്ലേ? അപ്പോൾ അവയിൽ ഈസ് ഈക്വൽ ടു ലൊക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇവിടെ നടക്കുന്നത്. സെറ്റ് ലിങ്ക് ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു അവയിൽ. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? സെറ്റ് നമ്മൾ ആ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ നോഡ്, അതായത് സ്റ്റാർട്ട് നോഡ് ഇപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് ഔട്ടായി. അപ്പോൾ ഇതിൽ ഈ സ്റ്റാർട്ട് നോഡ് ഇതിൽ നിന്ന് ഔട്ടായി. ഇപ്പോൾ അത് ഡിലീറ്റായി. അങ്ങനെ ഡിലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? അവയിൽ ലിസ്റ്റിലോട്ട് മാറ്റുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. അതായത് ലൊക്കേഷൻ്റെ ലിങ്ക് പാർട്ടിനെ അവയിലാക്കുന്നു അല്ലേ? അവയിലാക്കുന്നു. ദെൻ അതായത് അവയിലെ അഡ്രസ്സ്, സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അവൈലബിൾ ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ലിങ്കിൻ്റെ ലൊക്കേഷൻ്റെ ലിങ്ക് പാർട്ടിലോട്ട് കോപ്പി ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? അതായത് അവൈലബിൾ ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി അതല്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. കുറച്ച് കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കണ്ടാൽ മതി. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ കേസ് വരുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റ് നോഡാണെന്നുണ്ടെങ്കിൽ. ഇന്റർമീഡിയറ്റ് നോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ഇന്റർമീഡിയറ്റ് നോഡ് പറയുമ്പോൾ സപ്പോസ് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യാം? ജസ്റ്റ് പ്രിസീഡിങ് നോഡിന്റെ പോയിന്റർ എന്ത് ചെയ്യുക? ഇതിന്റെ ലിങ്ക് പാർട്ടിലോട്ട്, ഇതിന്റെ ലിങ്ക് അഡ്രസ്സ്, അതായത് ഇതിന്റെ അഡ്രസ്സ് എങ്ങനെയാണ് കിട്ടുക? ലൊക്കേഷന്റെ ലിങ്ക് അല്ലേ? ഇതിന്റെ അഡ്രസ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷന്റെ ലിങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് അല്ലേ? ഇത് പ്രിസീഡിങ്ങിന്റെ ലിങ്ക്. അപ്പൊ അതാണ് പറയുന്നത്. അതായത് ലൊക്കേഷൻ പി, ഇതാണ് നമ്മുടെ പ്രിസീഡിങ്. ലൊക് പി എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതിന്റെ ലിങ്ക് പാർട്ട് എവിടേക്ക് കൊടുക്കുക? ലിങ്ക് ഓഫ് ലൊക്കേഷൻ പി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഇതാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത് അല്ലേ? ഇതിലെ ഡാറ്റ, ഇതിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക? ഇതിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു നോഡിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിലെ ഡാറ്റ ആണ് നമ്മൾ ഇതിലോട്ട് കോപ്പി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ അത് കോപ്പി ചെയ്യാം? ലിങ്ക് ഓഫ് ലൊക്കേഷൻ പി ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് ലൊക്കേഷൻ. ഇതിലെ ഡാറ്റ നമ്മൾ ഇതിലോട്ട് കോപ്പി ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി എന്താണ്? ഈ ഒരു ഇതിൽ നിന്ന്
ഔട്ടാവും. ഓക്കെ, ഈ ഒരു നോഡിൽ നിന്ന് ഔട്ടാവും. അത് കുത്തിവരെയായില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതൊന്ന് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഈ നോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, സെയിം പ്രൊസീജിയർ വെച്ചിട്ട് അവയിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിലീഷൻ പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ നടക്കുന്നത് 2 ടൈപ്പാണ്. സ്റ്റാർട്ട് നോഡാണെന്നുണ്ടെങ്കിലും ഇന്റർമീഡിയറ്റ് നോഡാണെന്നുണ്ടെങ്കിൽ രണ്ടും 2 പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് ഇവിടെ ലൊക്കേഷൻ പി എന്ന് പറയുന്നത്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ പി എന്നുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊന്ന് ഇവിടെ ജസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ലിങ്ക് മാറ്റി കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ലിങ്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിനെന്ത് ചെയ്യാണ്, നമ്മളെ അവൈൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ആ അവൈൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതും ജസ്റ്റ് ലിങ്ക് മാറ്റി കൊടുക്കുക എന്ന് മാത്രമാണ്. അഡ്രസ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ലിങ്ക് പാർട്ടുകൾ മാറ്റി കൊടുക്കുന്നു. ആ ലിങ്ക് പാർട്ടുകൾ മാറ്റി, അഡ്രസ് പാർട്ടുകൾ മാറ്റി കൊടുക്കുന്നത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതിലൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് മൊഡ്യൂൾ അതിൽ സ്റ്റാക്കും ക്യൂവും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാക്ക് ഓപ്പറേഷൻസും ക്യൂ ഓപ്പറേഷൻസും ആണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.